അധ്യക്ഷ പദവിയിരിക്കുന്ന, അതുപോലെ തന്നെ IMS ടൗൺ കൂട്ടായ്മയുടെ ആത്മീയ പിതാവുമായ ചന്ദനച്ച, ഇന്നത്തെ ഈ മീറ്റിങ്ങിന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന സ്നേഹ ബഹുമാനപ്പെട്ട അച്ഛ, പ്രഭാഷണം നടത്തുന്ന സഞ്ജയച്ച, ബാക്കിയുള്ളവർ ഇവിടെ എത്തുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സ്നേഹ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ സാറ്, അറിയാമ ചേച്ചി, ക്ലീറ്റസ് സൈഡർ, ജയൻ ചേച്ചി, ഇവിടെ പലരും പറയുന്ന കാര്യങ്ങൾ, ഇരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. പ്രശാന്തത്തിനെ കുറിച്ചായാലും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയാലും പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുകയാണ്, ഇവിടെ IMS സഭയിൽ ചെന്നുകൊണ്ട് IMS സഭയുടെ അച്ഛന്മാരുടെ മീറ്റിങ്ങിലൊക്കെ നമ്മൾ പ്രശാന്തച്ചനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജൂനിയേഴ്സിനൊന്നും പ്രശാന്തച്ചനെ കുറിച്ച് വലിയ അറിവില്ല. വടക്കേ ഇന്ത്യയിൽ ചെന്നുകൊണ്ട് അവിടെ ഡൽഹി പ്രൊവിൻസിൻ്റെ ആയാലും IMS സഭ മൊത്തത്തിലുള്ള അച്ഛന്മാരുടെ അടുത്ത് പോയി ചോദിക്കുകയാണ്. അവർ അച്ഛനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, പക്ഷെ അച്ഛനെ കാണാത്തതായിട്ട് ഒരുപാട് വൈദികരുണ്ട് IMS സഭയിൽ തന്നെ. അപ്പോൾ ഡൽഹിയിൽ ചെന്നുകൊണ്ട് അച്ഛനെ കുറിച്ച് ചോദിച്ചാൽ അച്ഛനെ കുറിച്ച് കേട്ട ആൾക്കാരുണ്ട്, പക്ഷെ കണ്ട ആൾക്കാരില്ല. അപ്പോൾ IMS സഭയെ വെച്ച് നോക്കുമ്പോൾ അച്ഛൻ പലർക്കും അപരിചിതനാണ്. കേട്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയാണ്. കാരണം അച്ഛൻ ഡൽഹിയിലേക്ക് മീറ്റിങ്ങിനോ കാര്യങ്ങൾക്കോ ഒന്നും അധികം പോയിട്ടില്ല. എന്നാൽ നേരെ മറിച്ച് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലോടും IMS എന്ന് പറഞ്ഞാൽ അവർക്ക് IMS എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ അറിയുന്നത് പ്രശാന്തച്ചനെയാണ്. അപ്പോൾ ഇവിടെ സഭ ചെറുതാവുകയും ഈ വ്യക്തി വലുതാവുകയും ചെയ്തു എന്നാണ് കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഈ അച്ഛൻ്റെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട പ്രശാന്തച്ചൻ്റെ വ്യക്തിത്വത്തെയാണ് ഇവിടെ നമ്മൾ പ്രതിഫലിക്കുന്നത്. കാരണം ഞാൻ പല ഇടവകകളെയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം കൊണ്ട് ഏതാണ്ട് 40ഓളം ഇടവക പള്ളിയിൽ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാവരും ചോദിക്കുന്ന പ്രശാന്തച്ചനെ കുറിച്ചാണ്. അപ്പോൾ IMS എന്ന് കേട്ടാൽ അവർക്ക് പ്രശാന്തച്ചൻ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള ആൾക്കാരുള്ളൂ എന്നുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 5.5 വർഷമായി. അടുത്ത ജൂലൈ വരുമ്പോഴാണ് 6 വർഷം പൂർത്തിയാകുന്നത്. ഞാൻ വന്ന ഉടനെ ഏറ്റവും ആദ്യത്തെ മീറ്റിംഗ്, അതായത് ഞാൻ അച്ഛനുമായിട്ട് വ്യക്തിപരമായിട്ട് ഞങ്ങൾ അച്ഛൻ്റെ റൂമിലേക്ക് വിളിച്ച് മീറ്റിംഗ് ചെയ്തു. അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞത്, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് ഒരു 10 വർഷം കൂടി ഇവിടെ ഇതുപോലെ ശുശ്രൂഷ ചെയ്യണമെന്നാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചത് അത് തന്നെയാണ്. 10 അല്ല, അതിന് മേലെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. പക്ഷേ 5.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും നമുക്കറിയാം അച്ഛന് എന്ത് സംഭവിച്ചു എന്ന്. പക്ഷെ ഇതെല്ലാം ദൈവഹിതമാണ് എന്ന് സ്വീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അച്ഛൻ്റെ ഈ ദേഹവിയോഗം എന്ന് പറയുന്നത് വളരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമം നൽകുന്നതാണ്. IMSനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരാ നഷ്ടമാണ്. എന്നിരുന്നാലും എല്ലാറ്റിലും ഉപരിയായിട്ട് ദൈവഹിതമാണ് നടപ്പിലാക്കപ്പെടേണ്ടത്. അതുകൊണ്ട് അത് സ്വീകരിക്കുവാനായിട്ട് നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അനുസ്മരണ മീറ്റിംഗ് ഇതുപോലെ നടത്തുവാനും, പ്രത്യേകിച്ച് സ്നേഹബഹുമാനപ്പെട്ട ചന്ദനച്ചൻ്റെ നേതൃത്വത്തിൽ, അതുപോലെ ടൗൺ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു അനുസ്മരണ മീറ്റിംഗ് നടത്തുവാൻ കടന്നു വന്നത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ അച്ഛനെ അനുസ്മരിക്കണം. കാരണം ഇവിടെ ഉള്ളതെല്ലാം, അല്ലെങ്കിൽ ഈ ഡെവലപ്മെൻ്റ് എല്ലാം അച്ഛനിലൂടെ സംഭവിച്ചാണെന്ന് പറയുന്നത് യാതൊരു തെറ്റുമില്ല, അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. അപ്പം തന്നെ ഈ 5.5 വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം IMS സഭയിൽ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു വൈദികൻ എന്ന് പറയുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട പ്രശാന്തൻ തന്നെയാണ്. അറിയാം, എപ്പോഴെങ്കിലും രാത്രിയിൽ അച്ഛന് ഇന്ന സമയമൊന്നുമില്ല. അതാണ് ഈ ഹാർഡ് വർക്ക്, അല്ലേ? ഇങ്ങനെ നിരന്തരമായിട്ട് പ്രവർത്തിക്കണം, വേല ചെയ്യണം, അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർക്ക് സമയപരിധിയൊന്നുമില്ല. ഞാൻ ഓർക്കുകയാണ്, ചില സമയത്ത് അച്ഛൻ ഒരു 11-11:30 ആകുമ്പോഴാണ് രാത്രി എന്നെ വിളിക്കുന്നത്. അച്ഛൻ ഉറങ്ങിയോ? ഇല്ലെങ്കിൽ എൻ്റെ റൂമിലേക്ക് വാ, രാത്രി 11 മണിക്ക് ശേഷം ഉറങ്ങണം. അച്ഛൻ എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലേക്ക് കടന്നു വരികയാണെങ്കിൽ അത് അപ്പം പറയണം, അല്ലെങ്കിൽ അപ്പം തന്നെ ചെയ്യുവാനായിട്ട് അത് ശ്രമിക്കണം. അച്ഛന് പിന്നെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ അടങ്ങിയിരിക്കുകയും എൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അച്ഛനിങ്ങനെ സമയമൊന്നുമില്ല. അപ്പം ഞാൻ ചിലരൊക്കെ എന്നോട് പറയും, അച്ഛൻ ഇന്നലെ വിളിച്ചു, അന്നേരക്കാണ് വിളിച്ചത് രാത്രി എന്നൊക്കെ പറയും. നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട് ചിലരൊക്കെ അങ്ങനെ. അപ്പോൾ ഇതിനൊന്നും ഒരു പരിധിയില്ല. അപ്പോൾ അച്ഛന് മുമ്പിൽ എന്താണോ ചിന്തിക്കുന്നത്, അത് ദൈവഹിതമായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ദൈവം വെളിപ്പെടുത്തിയായിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ആശയം ലഭിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതായിട്ട് നല്ലൊരു ആശയം ലഭിക്കുന്നത്,
അതിന് ഒരു കാലതാമസവും ഇല്ലാതെ ഞാൻ ഓർക്കുകയാണ്, പല ബിൽഡിങ്ങുകളും പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിന് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനോട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അച്ഛാ നമുക്ക് കുറച്ച് പതുക്കെ പോയാൽ പോരെ, ഇത്ര പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർക്കണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല ഇത് പെട്ടെന്ന് തീർക്കണം എന്നാണ്. പ്രിയപ്പെട്ടവരെ, ലാസ്റ്റത്തെ 2 റൂം പണിതതിന് ശേഷം അച്ഛൻ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ ഇത്ര നാൾ അച്ഛൻ എല്ലാം പോവും എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ഇതോടുകൂടി തീർക്കുകയാണ്, ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ അത് തന്നെയല്ലേ സംഭവിച്ചത്. അപ്പോൾ അച്ഛൻ 10 വർഷം കൂടി സേവനം ചെയ്യുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിലും അച്ഛനിലൂടെ ആത്മാവ് കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അത് ഇതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ ഞാൻ ഓർക്കുകയാണ്, ഇതിന് ശേഷമാണ് നമ്മുടെ ഇവിടെയുള്ള ഈ കൽക്കുരിശ് പണിത്. അത് എനിക്കൊരു സ്പോൺസർ കിട്ടിയിട്ട് ഞാനായിട്ട് നേതൃത്വം കൊടുത്ത് ചെയ്താൽ. അപ്പോൾ അച്ഛൻ എന്നോട് ഇങ്ങനെ തമാശയ്ക്ക് അത് കണ്ടപ്പോൾ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അവസാനിച്ചെടുത്തുനിന്ന് അച്ഛൻ ആരംഭിച്ചു അല്ലേ. ഇപ്പം ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ചിന്തിച്ച് നോക്കുമ്പോൾ അച്ഛനോട് ആത്മാവ് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ അച്ഛൻ മാനുഷികമായിട്ട് ആഗ്രഹിച്ചത് 10 വർഷമാണെങ്കിൽ അച്ഛനിലൂടെ ആത്മാവ് വെളിപ്പെടുത്തി കിട്ടുന്നത് പറഞ്ഞത് മറ്റൊന്നാണ്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് ആ അച്ഛൻ്റെ ആത്മാവിന് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ആത്മാവ് സ്വർഗത്തിലായിരുന്നുകൊണ്ട് ആ സ്വർഗീയ സഭയ്ക്ക് ഇവിടെ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തോ അതിൻ്റെയൊക്കെ 100 ഇരട്ടിയായിട്ട് അതിന് പ്രതിഫലം കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അച്ഛൻ്റെ മാധ്യസ്ഥം ഈ ലോകത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ IMS ടൗൺ കൂട്ടായ്മ, ആലപ്പുഴ ടൗൺ കൂട്ടായ്മയുടെ ഫാദർ പ്രശാന്ത് IMS അനുസ്മരണ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട വീഴ്ചയുടെ ഉദ്ഘാടനം അച്ഛന് ഒത്തിരി കൊടുക്കുന്നു. അടുത്തതായി നമ്മുടെ പുറവനാധികാരി ഫാദർ ആന്റണി കത്തിക്കടത്ത് മുഖ്യ